നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. ചിങ്ങം രാശിക്കാർക്ക് നല്ല കാലം തുടങ്ങുകയാണ്. അതായത് അതിൻ്റെ ശരിക്കും പ്രായോഗികമായിട്ടുള്ള ഒരു ദിവസം എന്ന് പറയുന്നത് ഡിസംബർ 2025 ഡിസംബർ 8 മുതലാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇത് വന്നിരിക്കുന്നത്. പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. അപ്പോൾ പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നതിന് പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ്. ദയവായി ഫോൺ വിളിക്കരുത്, മിസ്ഡ് കാളും ചെയ്യരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. അതുപോലെ തന്നെ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക എന്ന് പറഞ്ഞ് പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സംവിധാനം നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ദയവേത് ഹൈപ്പും ചെയ്യുക. പ്രധാന മാറ്റം ഞാൻ പറയുന്നത് ഡിസംബർ 7 രാത്രി 8:19 PM ചൊവ്വ കുജൻ രാശി മാറുന്നു. അപ്പോൾ അത് നിങ്ങളുടെ 4ാമത്തെ രാശിയിൽ പ്രതികൂലമായിട്ട് നിൽക്കുകയായിരുന്നു. അതിപ്പോൾ 5ാം ഭാവത്തിലേക്ക് അത്യാവശ്യം ഗുണദോഷ സമ്മിശ്രമായിട്ടെങ്കിലും ഉള്ള ഫലം തരുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ്. അത് മാത്രമല്ല, അതിനുശേഷം ഏകദേശം ഒരു 45 ദിവസം കഴിഞ്ഞിട്ട് അത് നിങ്ങളുടെ 6ാം ഭാവത്തിൽ വരും. അതായത് മകരരാശിയിൽ ചൊവ്വ ഉച്ച രാശിയുമാണ്. അപ്പോൾ അത് കൂടുതൽ നേട്ടങ്ങൾ കൊണ്ടുവരും. അത് 45 ദിവസം കഴിഞ്ഞ്, ഈ ഡിസംബർ 7 കഴിഞ്ഞ് 45 ദിവസം കഴിയുമ്പോൾ മകരം രാശിയിൽ ചൊവ്വ വരും. അത് കൂടുതൽ നല്ലതാണ്. അപ്പോൾ മറ്റ് മാറ്റങ്ങൾ, വ്യാഴത്തിൻ്റെ മാറ്റം നിങ്ങൾ അറിഞ്ഞു കാണും. വ്യാഴം ഡിസംബർ 5 വൈകിട്ട് 5:26 PM മുതൽ നിങ്ങളുടെ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വരികയാണ്. അവിടെ ഡിസംബർ 5 രാത്രി 10:15 PM മുതൽ ഡിസംബർ 7 രാത്രി 10:38 PM വരെ ചന്ദ്രൻ കൂടെ ഉണ്ടാവും. അപ്പോൾ അവിടെ ഗജകേസരി യോഗവും രൂപീകരിക്കപ്പെടുകയാണ് നിങ്ങളുടെ 11ാം ഭാവത്തിൽ. അപ്പോൾ ഭാഗ്യങ്ങളുടെ കാലമാണ്. അപ്പോൾ ബുധൻ മാറുന്നത് ഡിസംബർ 6 രാത്രി 8:46 PM അത് നിങ്ങളുടെ 4ാം ഭാവത്തിലേക്ക് അനുകൂലമായിട്ടാണ്. അപ്പോൾ 3 ഗ്രഹങ്ങൾ ഏതാണ്ട് 5, 6, 7 തീയതികളിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരികയാണ്. അത് മാത്രമല്ല, ഇവയുടെ പ്രതികൂലാവസ്ഥയും മറികടക്കുന്നു. അപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ ചിങ്ങരാശിക്കാരെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരുന്നത് നിങ്ങൾക്ക് ദോഷകാലമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നത്. അത് ഇവിടെ 3 ഗ്രഹങ്ങൾ പ്രതികൂലാവസ്ഥയിൽ നിന്ന് മാറുന്നു. അപ്പോൾ ഇപ്പോൾ പ്രതികൂലാവസ്ഥയിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും അഷ്ടമശനി തന്നെയാണ്. അതിന് മാറ്റമില്ല. ഇപ്പോൾ ഇനിയും 1.5 കൊല്ലം എടുക്കും അതൊന്ന് മാറിക്കിട്ടാൻ. അതുകൊണ്ട് നമ്മൾ ശനിയാഴ്ച വ്രതമെടുത്ത്, അഷ്ടമശനിയല്ലേ, അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ശിവന് മിനിമം ജലധാര, അയ്യപ്പന് നീരാഞ്ജനം, ശനിക്ക് എള്ളുവിളക്ക്, ഇത് 3ഉം ശനിയാഴ്ച വ്രതമെടുത്ത് നടത്തുക. പറ്റുമെങ്കിൽ അത് രാവിലെ തന്നെ ചെയ്യുക. അതുപോലെ തന്നെ പ്രതികൂലമായിട്ട് നിൽക്കുന്നത് സർപ്പം അഥവാ രാഹു. അത് 7ാം ഭാവത്തിലാണ്. അപ്പോൾ ജീവിത പങ്കാളിയുമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അത് വിവേകപൂർവ്വം പരിഹരിക്കുക. അതുകൂടാതെ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും അസുഖങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യതയാണ്. അപ്പോൾ ശിവക്ഷേത്രത്തിൽ, അത് പാർവതി കൂടി ഉള്ള ശിവക്ഷേത്രത്തിൽ വഴിപാട് ദർശനം നടത്തുക 7 ദിവസവും. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ മിക്കവാറും സർപ്പപ്രതിഷ്ഠയും കാണും. അപ്പോൾ സർപ്പപ്രതിഷ്ഠ ഉള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക എല്ലാ ദിവസവും. പിന്നെ ആയില്യം വരുന്ന ദിവസം നിങ്ങളുടെ നക്ഷത്രത്തിൽ 100 പാലും അതുപോലെ തന്നെ പുള്ളുവും പാട്ടും പാടിക്കുക സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും. അപ്പോൾ അത് ഞങ്ങളുടെ ഇവിടെ തൊട്ടടുത്തുള്ള അമ്മച്ചിയുടെ പുരാതനമായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ്. അവിടെ
ഈ കാവൊക്കെ ഉള്ളതാണ്. അവിടെ കാവിൽ ആയില്യം പൂജയ്ക്ക് ഈ ആയില്യം ദിവസം 100 പാലും ഉണ്ട്. അവിടെ 40 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അതുപോലെ പുള്ളുവന്മാർക്ക് ചെറിയ വീണ കൊണ്ട് പുള്ളുവൻ പാട്ട് പാടുന്ന പുള്ളുവന്മാർക്ക് 30 രൂപയാണ് ഞങ്ങൾ ചാർജ് കൊടുക്കുക. അപ്പോൾ മാസത്തിലൊരു 70 രൂപ നമുക്ക് നമ്മുടെ നാഗര ദൈവങ്ങൾക്ക് കൊടുക്കാം. കാരണം ഇവിടെ 7ാം ഭാവത്തിൽ സർപ്പം നിൽക്കുന്നു. കൂടാതെ അങ്ങനെ ആകുമ്പോൾ ജന്മത്തിൽ ലഗ്നത്തിൽ ശിഖി അഥവാ കേതു നിൽക്കുന്നു. ചാമുണ്ഡി ക്ഷേത്രത്തിലാണ് വഴിപാട് നടത്തേണ്ടത്. അതല്ലെങ്കിൽ ഗണപതി ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക. പിന്നെ അനുകൂലമായിട്ടുള്ള നിരവധി കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. ശുക്രൻ അനുകൂലമാണ്, ബുധൻ അനുകൂലമാണ്. അപ്പോൾ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ചയുണ്ടാവും. ചൊവ്വ പ്രതികൂലാവസ്ഥയിൽ നിന്ന് മാറുന്നു. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ചന്ദ്രനും വ്യാഴവും കൂടി ഗജകേസരി യോഗം രൂപീകരിക്കുന്നു 6-7 തീയതികളിൽ. പിന്നെ തീർച്ചയായിട്ടും ഇവിടെ എല്ലാത്തിൻ്റെ ഒരു പൂർണ്ണമായ ഫലം കിട്ടാൻ 8-ാം തീയതി മുതൽ, അപ്പോൾ ഡിസംബർ 8 മുതൽ, അതായത് 5, 6, 7 പല മാറ്റങ്ങൾ വരികയാണ്. അതെല്ലാം നമ്മുടെ ചിങ്ങം രാശിക്ക് അനുകൂലമായിട്ട് വരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു 8-ാം തീയതിയൊക്കെ ആകുമ്പോൾ, പ്രായോഗികമായിട്ട് 8-ാം തീയതിയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വന്ന് തുടങ്ങും. തീർച്ചയായിട്ടും എല്ലാ ചിങ്ങം രാശിക്കാർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചിങ്ങം രാശിക്കാർക്ക് മാത്രമല്ല വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.